ഈ വർഷത്തെ എൻ്റെ അമ്മയുടെ ബർത്ത്ഡേക്കുള്ള കേക്ക് ഞങ്ങൾ രണ്ടുപേരും കൂടെയായിരുന്നു ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കണ്ടുപിടിച്ചൊരു റെഫറൻസ് ഇതായിരുന്നു. ഇതിന്റെ സൈഡിലുള്ള ഈ ഒരു പേപ്പർ ഉണ്ടല്ലോ, സംഭവം വേഫർ പേപ്പർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതായത് എഡിബിൾ ആയിട്ടുള്ള ഒരു പേപ്പറാണ്. ബട്ട് നമ്മുടെ നാട്ടിൽ ഇതുപോലത്തെ കേക്ക് ചെയ്യുന്ന ആൾക്കാരും ഇല്ല, വേഫർ പേപ്പർ എവിടെ നിന്നും കിട്ടാനും ഇല്ല. അതിപ്പോ കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ തന്നെ സ്വന്തമായിട്ട് അതങ്ങോട്ട് ഉണ്ടാക്കും. എന്ത് വെച്ചപ്പോ ചെയ്യുന്നല്ലേ, ഒരു ഐഡിയ ഉണ്ട്. ഡെക്കറേഷന് മുമ്പ് നമുക്ക് ആദ്യം വേണ്ട സാധനം ഈ കേക്ക്. ഞാൻ ഓൾറെഡി ഒരു പ്ലെയിൻ വൈറ്റ് കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ മണ്ടയിലാണ് നമ്മൾ ബാക്കി ഡെക്കറേഷൻ പരിപാടി ചെയ്യാൻ പോകുന്നത്. ആൻഡ് വേഫർ പേപ്പറിന് പകരം ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ നോർമൽ ബട്ടർ പേപ്പറാണ്. ബട്ടർ പേപ്പർ അല്ലെങ്കിൽ ബേക്കിംഗ് പേപ്പർ എന്നൊക്കെ പറയില്ലേ, ആ സാധനം. ഒന്നുമില്ല, ഈസി പരിപാടി. ഈ ഒരു ബേക്കിംഗ് പേപ്പർ ജസ്റ്റ് സ്ട്രിപ്സ് ആയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് സൈഡിലൊന്ന് വെച്ച് കൊടുത്താൽ മതി. ഈവൻ വേഫർ പേപ്പർ ആണെങ്കിലും സെയിം പ്രോസസ് തന്നെയാണ്. പക്ഷെ അത് നമുക്ക് കഴിക്കാൻ പറ്റും, ഇത് നമുക്ക് കഴിക്കാൻ പറ്റില്ല. ജസ്റ്റ് ഫോർ ദ ലുക്ക്. വിചാരിച്ച പോലെ അത്രയ്ക്കും സമയമൊന്നും എടുത്തൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റി. അമ്മേനെ കൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞിട്ട് ഞാൻ നേരെ പോയി സ്ട്രോബെറി കഴുകാൻ. സ്ട്രോബെറീസ് ഒരു പെട്ടി ഞാൻ മുമ്പേ പോയി വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു പെട്ടി തികയില്ലയോ എന്ന് പറഞ്ഞ് അടുത്ത ദിവസം തന്നെ പോയി 2 പെട്ടിയും കൂടെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും അത് ലാഭമായി. ഈ ഒരു നൈഫ് എടുത്തു പറഞ്ഞേ പറ്റും, നല്ല അടിപൊളി നൈഫ് ആട്ടാ. ലിങ്ക് ഇവിടെ കൊടുക്കാം. ആക്ച്വലി 3 എണ്ണം വരുന്ന സെറ്റ് ആണ്, ഒരെണ്ണം കാണാനില്ല. കാണാൻ നല്ല എസ്തറ്റിക്കും ആണ്, പോരാത്തതിന് നല്ല ഷാർപ്നെസ്സും ഉണ്ട്. എന്തായാലും വാങ്ങാട്ടോ, നല്ല രസമാണ്. ഇനി പ്രത്യേകിച്ച് അധിക പരിപാടികളൊന്നുമില്ല. ഈ സ്ട്രോബെറീസ് നേരെ മുകളിലോട്ട് അങ്ങോട്ട് വെച്ച് കൊടുക്കാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. കഴിഞ്ഞ ബർത്ത്ഡേയുടെ കേക്ക് അലമ്പായപ്പോൾ തന്നെ ഞാൻ തീരുമാനം എടുത്തൊരു കാര്യമായിരുന്നു, ഇപ്രാവശ്യത്തെ ബർത്ത്ഡേക്ക് ഞാൻ എന്തായാലും അടിപൊളിയായിട്ടൊരു കേക്ക് ഉണ്ടാക്കുന്നുള്ളത്. അല്ല, കേക്ക് ഉണ്ടാക്കുകയല്ല, ഡെക്കറേറ്റ് ചെയ്യാന്നുള്ളത്. അപ്പൊ ഇഷ്ടപ്പെട്ട ലൈക്ക് മറക്കണ്ട.